ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി സൺഡേ. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. ഇന്നലത്തെ വിശേഷങ്ങളാണ് കുറേ പറയാനുണ്ട്. ഇന്നലെ വീഡിയോ ഇട്ടില്ല. ഇന്നലെ 2 ഷോട്ട് മാത്രമാണ് ഇട്ടത്. കാരണം ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു. നാടും വീടും വിട്ട് ഇനി വേറൊരു സ്ഥലത്ത് താമസമായിട്ടിപ്പം വർഷങ്ങളായി. ഒരു 25 കൊല്ലമെങ്കിലും കഴിഞ്ഞ്. അന്നേരം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പറിച്ച് നട്ടിട്ട് പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ വർഷങ്ങൾക്ക് ശേഷമൊക്കെ ചെല്ലുമ്പം നമുക്ക് ഒരു അപരിചിതത്വം തോന്നാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ പഴയകാല കൂട്ടുകാരും നമ്മളോട് കളിച്ച് വളർന്ന് നടന്ന കൂട്ടുകാരും നമ്മുടെ അയൽക്കാർ, നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ഒരുപാട് പേര്, ഇവരെ എല്ലാം നമുക്ക് കാണാനുള്ളൊരു അവസരമാണ് നമ്മൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് പല വർഷത്തിലോ അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷമൊക്കെ പോകുമ്പോൾ. അന്നേരം ഇന്നലെ ഞങ്ങളങ്ങനെ ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ഒരു അങ്കിളിൻ്റെ ഒരു ആണ്ട് ചടങ്ങുണ്ടായിരുന്നു. അതിന് പോകാനായിട്ടാണ് പോയിട്ട് തിരുവനന്തപുരത്തോട്ട് പോയിട്ട് തിരിച്ച് വന്നപ്പോഴാണ് ഉത്സവത്തിനും കൂടെ കയറിയത്. ഉത്സവ വിശേഷങ്ങളാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നലെ എനിക്ക് പറയാൻ പറ്റിയില്ല, കുറേ താമസിച്ചാണ് വന്നത്, അതുകൊണ്ടാണ്. അങ്ങനെ ഉത്സവം എല്ലാ വർഷത്തേനെക്കാട്ടിലും, എല്ലാ വർഷമൊന്നും പോകാറില്ല, ഇപ്പം വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ തിരുവനന്തപുരത്തുനിന്ന് വന്ന് കുറച്ച് സമയം, മോന് ഇത്തിരി ക്ഷീണമുണ്ട്, അങ്ങനെ കുറച്ച് സമയം ഉറങ്ങി, കൊച്ചു വണ്ടിയിൽ കിടന്ന് ഉറങ്ങി. എന്നിട്ട് ഉടനെ തന്നെ കുതിരയെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ്, കുതിരയെടുപ്പാണ് അവിടുത്തെ ഏറ്റവും വിശേഷം. കുതിരയെടുപ്പിന് ഒരു അരമണിക്കൂറിന് മുമ്പ് തന്നെ അവിടെ ചെന്ന് സ്ഥാനം പിടിച്ച് നല്ല രീതിയിലെല്ലാം കാണത്തക്കോണമൊക്കെ നിന്ന് അപ്പോഴ് കാണാം. നമ്മുടെ അയൽക്കാരായിട്ടുള്ള ചേച്ചിമാരെല്ലാം വരിയായിട്ട് അവിടെ ഒരു സിമൻ്റ് ഇട്ട തിട്ട പോലെ മതിൽ കെട്ടിയിട്ടുണ്ട്. അതിന് വലിയ പൊക്കമൊന്നുമില്ല, നമുക്ക് കയറി ഇരിക്കാനും ഇറങ്ങാനും എല്ലാം ഉള്ള സൗകര്യമുണ്ട്. അങ്ങനെ പിന്നെ അവിടെ ഇരുന്നും കൊണ്ട് ഇവരെല്ലാം നോക്കുന്നുണ്ട്. എന്തൊരു സന്തോഷം! ഇതെല്ലാം നമ്മളെ തൊട്ടടുത്തുള്ള ചേച്ചിമാരും എന്നെക്കാട്ടിലെ ഇളയ കൊച്ചുങ്ങൾ, അവരുടെ കൊച്ചുങ്ങൾ. സത്യത്തിൽ എനിക്ക് അതിശയായിപ്പോയി. അതിലൊരു മോള് നല്ല സുന്ദരിയായിട്ടുള്ളൊരു മോളാണ്. അത് കിടിലം കൊച്ചുങ്ങൾ. ഈ കൊച്ചുങ്ങളൊക്കെ അങ്ങ് വളർന്ന് ഇത്രയായി. കാരണം നമ്മൾ അവിടുന്ന് പോയിട്ട് 25 കൊല്ലമായി. ഏതാണ്ട് ഒരു തലമുറ, 2 തലമുറയൊക്കെ സമയങ്ങൾ വന്ന് കൊച്ചുങ്ങളായി, അതിൻ്റെ കൊച്ചുമക്കളായി. മനസ്സിലായി? അപ്പോൾ ഒരു 20 വയസ്സുള്ള ഒരു കൊച്ചാന്ന് അതിനെ കെട്ടിച്ചിടുമ്പം കൊച്ചായി. അപ്പോഴത്തേന് തലമുറകൾ ഇങ്ങനെ 25 വർഷത്തിനിടയ്ക്കിലുണ്ടായ മാറ്റങ്ങളാണ്. നമുക്ക് പല മുഖങ്ങളും പരിചയം കാണത്തില്ല. കാരണം ഇവരുടെയൊക്കെ മക്കളെയൊക്കെ കല്യാണം കഴിച്ച് വിട്ട് അവരുടെ കൊച്ചുങ്ങൾ, അപരിചിതത്വം നമുക്ക് തോന്നാം. പക്ഷേ എന്നാലും നമ്മുടെ ബാല്യകാല സഖികളെയും അവരെ കളിച്ചു വളർന്ന കൂട്ടുകാരെയും എല്ലാം കാണുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. പണ്ട് എനിക്ക് കളിക്കുടുക്ക, പൂമ്പാറ്റ, ബാലരമ ഇതെല്ലാം എവിടുന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് തന്ന് ഇതെല്ലാം വായിക്കുന്നതായിരുന്നു കൊച്ചുനാളിലെ എൻ്റെ വിനോദം. അതിന് എല്ലാം എനിക്ക് സാഹചര്യം ഒരുക്കി തരുന്നത് എൻ്റെ ഈ കൊച്ചു കൂട്ടുകാരിയാണ്. എന്നെക്കാട്ടിലും 2-3 വയസ്സിന് ഇളയ കൊച്ചാണ്. അവരെ എല്ലാം കുഞ്ഞുനാളിൽ കെട്ടിച്ച് 17-18 വയസ്സായപ്പോഴൊക്കെ പിടിച്ച് കെട്ടിച്ച് നമ്മളൊക്കെ പിന്നെയും പഠിക്കാനായിട്ട് നടന്ന്. അങ്ങനെ അതിൻ്റെ മോളെയും അയച്ച് അതിൻ്റെ കൊച്ചുമായി. സത്യത്തിൽ ഇതൊക്കെ കേട്ടപ്പോൾ ഒരു അത്ഭുതമാണ്. പക്ഷേ നമ്മുടെ പഴയ കാലത്തിലേക്ക് നമ്മളങ്ങ് തിരിച്ചു പോകും. സത്യം പറഞ്ഞ് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. അവരുടെ അമ്മയൊക്കെ അങ്ങ് വയസ്സായി. എനിക്കാണെങ്കിൽ ഒന്ന് കാണണമെന്നുണ്ട്. ഇനി എൻ്റെ നാട്ടിലേക്ക് ഈ എല്ലാ അയൽക്കാരെയും സ്നേഹിതരെയും എല്ലാവരെയും കാണാനായിട്ട് ഇനി ഒന്ന് പോകണം. ഇന്നലെ ഉത്സവം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എല്ലാം ട്രാഫിക്കും അതുമെല്ലാം ആയത് കാരണം പിന്നെ സന്ധ്യയ്ക്ക് ചെല്ലാനുള്ളൊരു ബുദ്ധിമുട്ടും കൊണ്ട് ആരെയും കണ്ടതൊന്നുമില്ല. അമ്പലത്തിൽ വന്ന ടീമുകളെയൊക്കെയാണ് കണ്ടത്. എല്ലാവരെയും കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. പക്ഷേ നമുക്ക് ആരും ഇല്ലെന്നുള്ളൊരു ചിന്ത വന്നു. കാരണം നമ്മളെ നാട് വിട്ട് അവിടെ ഇപ്പോൾ ഒന്നുമില്ല. അവിടെ എല്ലാം ഓഹരിയൊക്കെ ചെയ്ത് മക്കളും എല്ലാം, അമ്മാമ്മയുടെ മക്കൾ എല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് സെറ്റിലായി. ഞാനിനി കൊല്ലത്തും സെറ്റിലായി. അപ്പോഴും വല്ലപ്പോഴും അങ്ങനെ കണ്ടാലായി, ഇല്ലെങ്കിലായി, അങ്ങനെയായി ബന്ധങ്ങൾ. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു ദുഃഖം എന്താണെന്നില്ലാത്തതുകൊണ്ട്. കാരണം നമ്മളെ നാട്, നമ്മൾ പഠിച്ച സ്കൂള്,
എല്ലാം നമുക്ക് ഒരുപാട് ഒരു പുതുമയായിട്ടാണ് തോന്നുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ പലര് നമ്മളെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷവും സ്നേഹമാണെന്നറിയാമോ. ആ സ്നേഹം കിട്ടണമെങ്കിൽ ഇതുപോലെ ഉത്സവത്തിന് പോകണം. അതുകൊണ്ടാണ് ഞാൻ ഉത്സവത്തിന് പോയത്. ചാത്തന്നൂരത്തെ ഭയങ്കര എല്ലാ ആളുകളും ആഘോഷിക്കുന്ന ഉത്സവമാണ് ശ്രീഭൂതനാഥൻ്റെ അമ്പലത്തിലെ ആ ഉത്സവം, അത്തമഹോത്സവം. അവിടെ പിന്നെ ഞാൻ 1-2 കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചു ഉത്സവം എന്നാണ്. എന്നിട്ട് അവരൊന്നും പറഞ്ഞില്ല. അവരെ പറഞ്ഞ് നോക്കട്ടെന്ന് എന്നാന്ന്. പക്ഷേ എനിക്കറിയാം, കലണ്ടറിൽ നോക്കിയപ്പം അത്തം നാൾ കണ്ടു. അങ്ങനെയാണ് ഇന്ന് തന്നെ ഉത്സവം ഇന്നലെ തന്നെ തീരുമാനിച്ച് കാണാനായിട്ട് പോയത്. എന്തെന്നില്ലാത്ത ഒരാനന്ദം. കുതിരയെടുപ്പ് പണ്ടത്തെ കണക്കൊന്നും അല്ല, ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ട്. ഇല്ല, മഴയൊക്കെ പെയ്ത് നല്ല വെയിറ്റായിട്ടിരുന്ന കുതിരയാണ്. ആ ദീപം റിക്രിയേഷൻ ക്ലബിലെ കൂട്ടുകാരും വേറെ ഒരു ക്ലബ്ബാണെന്ന് തോന്നുന്നു, ഞാനങ്ങ് മറന്നുപോയി. അവരും ഒക്കെ ചേർന്നാണ് ഈ കുതിര എടുക്കുന്നത്. കുതിരയെടുപ്പ് ഗംഭീരമായിരുന്നു. മുൻപ് എൻ്റെ കൊച്ചുനാളിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ അവിടെ ചാത്തന്നൂർ താമസിച്ച് വളർന്ന സമയത്ത് എടുക്കുന്ന കുതിരയെന്ന് പറയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് അങ്ങ് തിരിച്ച് നമ്മൾ വിചാരിക്കും ഇപ്പം ചട്ട താഴെ പോകുന്നു. അങ്ങനെ നമ്മളെ കിടുകിട വിറപ്പിച്ച് നല്ല ത്രില്ലിങ് ആയിരുന്നു, ഭയങ്കര ത്രില്ലിങ്. പക്ഷേ ഇപ്പോഴത്തെ കുതിരയെടുപ്പ് നല്ല സമാധാനപരമായിട്ട്, വലിയ ത്രില്ലിങ് ഒന്നും വന്നില്ലെങ്കിലും സമാധാനപരമായിട്ട് എടുത്ത് കുതിരപ്പന്തിയിൽ വെച്ചു. ഈ കുതിരയെടുപ്പ് കാണാൻ പോകുമ്പോൾ താഴെ ഇങ്ങനെ ഒരുപാട് തലകൾ, എന്ന് വെച്ചാൽ ഈ ആളുകളെല്ലാവരും താഴെ നടന്നിങ്ങനെ കാണുകയാണ്. ഈ താഴെ നടന്ന് കാണുമ്പം ഈ തലകളെല്ലാം അതിൽ നമുക്ക് പല പരിചയ മുഖങ്ങളെയും കാണാം. അപ്പോൾ ഞാൻ കണ്ടു അവിടെ നിൽക്കുന്ന കൂട്ടുകാർ, ഞാൻ മുമ്പ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അന്നേരം അവിടുത്തെ ഞാൻ പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻസൊക്കെ കല്യാണം കഴിച്ച് കയ്യിൽ കൊച്ചുങ്ങളുമായിട്ടൊക്കെ നടക്കുന്നു. നമ്മളൊക്കെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ പഠിപ്പിച്ച കൊച്ചുങ്ങളൊക്കെ കല്യാണം കഴിച്ച് അവരുടെ കൊച്ചുമായി, അങ്ങനെ അത്രയും തലമുറകളൊക്കെ ആയി. നമ്മൾ അവിടെ നിന്ന് പോയിട്ട് 25 കൊല്ലം കഴിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ വിശേഷം. ചില അടുത്തുള്ള അച്ഛനും അവരുമൊക്കെ അങ്ങ് വയസ്സായി. ഈ വയസ്സായെങ്കിലും ഞാൻ അങ്ങോട്ട് ചെന്ന് അവരുടെ അടുത്തൊക്കെ മിണ്ടി കണ്ടവരെ, എൻ്റെ കളിക്കൂട്ടുകാരിയെ കണ്ടതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾ എന്തെല്ലാം കളികൾ, കല്ലുകളി, ചെപ്പ് കളി, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ മുമ്പൊരിക്കൽ എനിക്ക് എൻ്റെ കൂട്ടുകാരിയുടെ കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ കൊച്ചുനാളിൽ ഞങ്ങൾക്ക് അമ്പലത്തിൽ ഉത്സവം കേട്ടാൽ ഭയങ്കരമാണ്. ഈ അമ്പലത്തിൽ പോയി കുതിരയെടുപ്പ് കാണുന്നതല്ല, ഉത്സവം ഞങ്ങളുടെ മനസ്സിനകത്ത് ഹരം പിടിച്ച് ആഘോഷിക്കുന്നത്. അമ്പലങ്ങളിൽ കഥാപ്രസംഗം, നാടകം, ഈ ഡാൻസ്, ഈ ഗാനമേള, ഈ പറഞ്ഞ പരിപാടികളൊക്കെ വൈകിട്ട് നടക്കുമെന്ന് അറിയുമ്പോൾ ഞങ്ങൾക്കുള്ള മനസ്സിൽ 9ാം ഉത്സവം തുടങ്ങും. ഇതെങ്ങനെ കാണാൻ പോകാം? കാരണം നമ്മളെ വീട്ടിൽ നിന്ന് മിക്കവാറും പോകത്തില്ല, അവർക്ക് ചിലപ്പം താല്പര്യം കാണത്തില്ല. അപ്പോൾ നമുക്ക് കൊച്ചു പിള്ളേരല്ലേ, അയൽക്കാർ ആരെങ്കിലും പോകുന്നെങ്കിൽ അവരെ കൂടെ പോകാനേ പറ്റൂ. പക്ഷേ വീട്ടിൽ സമ്മതിക്കത്തില്ല, ഭയങ്കര സ്ട്രിക്റ്റാണ്, പോകാനും സമ്മതിക്കത്തില്ല. വൈകുന്നേരം ആകുമ്പം ഒരു 7 മണിയാകുമ്പോൾ 9ാം ഉത്സവം തുടങ്ങി. പിന്നെ എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ, വഴക്ക്, കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി നമ്മളെ ഈ കൂട്ടുകാരിയുടെ കൂടെ അവരെ വീട്ടിൽ നിന്ന് അവരെ അച്ചാമ്മ ആരെങ്കിലും കാണും. ഞങ്ങളങ്ങനെ പിള്ളേർ സെറ്റും എല്ലാം കൂടെ ആയിട്ട് ഉത്സവം കാണാൻ പോകുമായിരുന്നു. അങ്ങനെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ കുട്ടിക്കാലം അടിപൊളിയായിരുന്നു. ഉത്സവം അന്ന് ഇതൊക്കെ കാണുന്നതായിരുന്നു ഭയങ്കര എൻ്റെ ആഗ്രഹം തീരെ. ഞാൻ എല്ലാ ഉത്സവങ്ങളും അങ്ങനെ പറ്റുന്ന തൊട്ടടുത്തുള്ള അമ്പലങ്ങളിൽ കാണാൻ പറ്റുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഭഗവാൻ എന്തായാലും അതിനൊരു അവസരം തന്നു. ഇപ്പോൾ എനിക്ക് അമ്പലത്തിൽ രാത്രി പരിപാടിയൊന്നും കാണുന്ന അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഡാൻസൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് കാണാൻ പോവും. അത് സന്ധ്യയ്ക്കല്ലേ 7:30 ആകുമ്പം കഴിഞ്ഞ് 8:30-9 മണിയാകുമ്പോൾ തീരും. അല്ലാതെ ഉള്ളതൊന്നും കാണാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് ഈ തുള്ളൽ, ഓട്ടം തുള്ളൽ ഇഷ്ടമാണ്. അതൊക്കെ സന്ധ്യയ്ക്കായിരിക്കും. ഇന്നലെ മെനഞ്ഞാന്ന് ഞാൻ ഒരു ഓട്ടം തുള്ളൽ കണ്ട്. പക്ഷേ ആ ആളിൻ്റെ ഓട്ടം തുള്ളൽ എനിക്ക് അത്ര താല്പര്യമില്ലാഞ്ഞതുകൊണ്ട് ഞാനത് ഒരു അരമണിക്കൂർ പോലും ഇരുന്നില്ല. 20 മിനിറ്റ് 10-15 മിനിറ്റ് ഇരുന്ന് കണ്ടിട്ട് അപ്പോഴേ മോനെയും കൊണ്ട് സ്ഥലം വിട്ടു. അങ്ങനെ ഇന്നലത്തെ കാര്യങ്ങൾ മൊത്തം ഉത്സവമായിരുന്നു. ഉത്സവം കണ്ട് മനസ്സ് നിറഞ്ഞു. ഒരുപാട് ആനകൾ എല്ലാം മുമ്പ് കാണുമായിരുന്നു, 50 ആനകൾ. ഇപ്പം ആനയുടെ എണ്ണമൊക്കെ കുറഞ്ഞു. ഇപ്പം ആനയൊക്കെ നമുക്ക് ഈ ഇതിനെ നമ്മൾ
എടുത്ത് കൊണ്ട് അമ്പലത്തിൽ ഇതെടുക്കണമെങ്കിൽ ഭയങ്കര റേറ്റാണ്. ഈ റേറ്റ് സഹിക്കാവുന്നതിൽ അപ്പുറമാണ് അവർ അതിനെ ഒരു ദിവസത്തേനൊക്കെ ഒന്ന് റെൻറ്റിന് കൊണ്ട് വരണമെങ്കിൽ. അത് കാരണം അമ്പലങ്ങളിലൊക്കെ ആനകളൊക്കെ കുറവാണ്. ഇപ്പോൾ എല്ലാ ഉത്സവത്തിനും കൊല്ലം പൂരത്തിന് തന്നെ ആകെ 27 എണ്ണം ഉണ്ട്. അതിൽ 11 ഒക്കെ വീതമാണ് നിൽക്കുന്നതെന്നൊക്കെ പത്രത്തിൽ കണ്ടു. കാരണം ഈ ആനകളെല്ലാം ഒരുപാട് എണ്ണം ഒക്കെ ഈ ആളുകൾ നേർച്ചയ്ക്ക് മുമ്പ് എടുത്തല്ലേ ഈ ആനകൾ ഇത്രയാവുന്നത്. അതൊക്കെ ഇപ്പം വളരെ കുറഞ്ഞു. ഭയങ്കര പാടാണ് കിട്ടാനും, അതുപോലെ തന്നെ അതിൻ്റെ ഈ റെൻറ്റിൻ്റെ വിഷയവും. അങ്ങനെ എൻ്റെ അമ്പലത്തിലെ ഉത്സവം ഞാൻ മനസ്സ് നിറഞ്ഞ് കണ്ടു. ഞങ്ങൾ 3 പേരും കൂടാണ് ഇവിടുന്ന് പോയത്. പുത്രനെ ഉത്സവമൊന്നും കാണുന്നതിന് സാധാരണ ആൺപിള്ളേരുടെ കണക്കല്ല, അവന് ഉത്സവമൊന്നും കാണുന്നതിൽ വലിയ ഇതൊന്നുമില്ല. എനിക്കാണ് ഇപ്പോഴും ആ കൊച്ചുനാളിലത്തെ ആ സ്വഭാവം എനിക്ക് ഇപ്പോഴും ഉണ്ട്. എനിക്കാണ് ഈ ഉത്സവമൊക്കെ കാണുന്നതിന് ഇത്ര ത്രില്ല്. ഞാൻ എന്തായാലും അവരെയും രണ്ടിനും തപ്പിക്കൊണ്ട് ഉത്സവത്തിന് പോയി. പിന്നെ ഭയങ്കര പാടായിരുന്നു. അവിടുന്ന് വണ്ടിഞ്ഞ് ഇട്ടിട്ട് പിന്നെ തിരുമുക്ക് വഴിയാണ് വന്നത്. അപ്പം ആ കയറ്റത്ത് വന്നപ്പോൾ ഇച്ചിരി പാടുപെട്ട് റോഡിലോട്ട് ഇറങ്ങാൻ. എന്നാലും കുഴപ്പമില്ല. പിന്നെ അവിടെ നിന്ന് പോരുന്നു. പിന്നെ അടുത്തതായിട്ട് ലുലു മാളിൽ കയറി. സത്യം പറഞ്ഞാൽ കൊട്ടിയത്ത് ലുലു മാൾ വന്ന് പിന്നെ അതുവഴി പാസ് ചെയ്ത് പോയാൽ അവിടെ ഒന്ന് കയറിയില്ലെങ്കിൽ ഒരു ഉറക്കം വരത്തില്ല. അതാണ് എനിക്കാണെങ്കിൽ അവിടെ ഒന്ന് കയറണം. എനിക്ക് ഭയങ്കര ഇഷ്ടം അതിനകത്ത് കയറിയല്ല ഒന്ന് കണ്ട് സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുന്നത്. അവിടെ നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ നല്ല മീൻ കിട്ടും. നല്ല ഫ്രഷായിട്ട് നല്ല ബ്ലഡൊക്കെ ഒലിച്ചിരിക്കുന്ന നല്ല അന്നേരം അങ്ങോട്ട് പിടിച്ച് എടുക്കുന്ന കണക്കുള്ള മീനാണ് കിട്ടുന്നത്. എല്ലാ ഐറ്റം മീനുകളുണ്ട്, കോഴി എല്ലാം ഉണ്ട്. എന്തോന്ന് വേണമെന്ന് വെച്ചാലും ഉണ്ട്. ഇതെല്ലാം കാണുമ്പോൾ മനസ്സ് നിറയും. അവിടെ നല്ല ഫുഡ് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഫുഡ് ഐറ്റംസ് എനിക്ക് ബിരിയാണി, ഈ മറ്റേ നൂഡിൽസ് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒന്നും എനിക്കൊരു താല്പര്യമില്ല. ഞാൻ നോക്കിയപ്പോൾ ഒരാൾ കപ്പയെന്ന് പറയുന്നു. ഇത് കേട്ട ഉടനെ ചാടി ഞാൻ വീണു. കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങിച്ച് ഒരു കറിയും വാങ്ങിച്ച്. കിടിലൻ കറികളാണുള്ളത്. ചിക്കൻ്റെ വെറൈറ്റി ഉണ്ട്. ഞാൻ ബീഫൊന്നും അങ്ങനെ വാങ്ങിച്ച് വീട്ടിലൊന്നും അങ്ങനെ വയ്ക്കാറില്ല. കാരണം നമ്മൾ ഈ റെഡ് മീറ്റൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. വല്ല കല്യാണത്തിന് അങ്ങനെ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് അവിടെ നിന്ന് ഞാനൊരെണ്ണം വാങ്ങിച്ച്. ഞാൻ വാങ്ങിച്ചത് കപ്പയും ബീഫ്, ഈ കുരുമുളക്, പച്ച കുരുമുളക് ബീഫിൻ്റെ റോസ്റ്റ്, പച്ച കുരുമുളക് പൊടിയിലെങ്ങാണ്ട് തയ്യാറാക്കിയ ബീഫ് റോസ്റ്റ് വാങ്ങിച്ചു. കിടിലമാണ്. ചാറും നല്ല ടേസ്റ്റ്. അങ്ങനെ എന്ന് നമ്മൾ കഴിച്ചാലേ ഇത് വിഷയമുള്ളൂ. വല്ല ആണ്ടില്ല അങ്ങനെ അധികം അങ്ങനെ കഴിച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ അത് വഴി വന്നപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ച്. കൊച്ചിന് ഫ്രൈഡ് റൈസ് അതൊക്കെ വാങ്ങിച്ച്. ഞാൻ മീൻ ഇന്ന് കറി വയ്ക്കാനായിട്ട് വാങ്ങിച്ച്. അങ്ങനെ ഞങ്ങളിങ്ങ് തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ എൻ്റെ ഉത്സവ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോസ് എല്ലാം കാണുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇപ്പോൾ എല്ലാ കൂട്ടുകാരും കാണുന്നുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളെ ജനിച്ച നാടും സ്ഥലവും നമുക്ക് ഒരു ഓർമ്മയാണിപ്പോൾ. അവിടെ ആരെങ്കിലും ഒക്കെ നമുക്കുള്ള ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉത്സവത്തിനൊക്കെ നമുക്ക് പോകാമെന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്. പക്ഷേ എനിക്കതൊന്നും ബാധകമല്ല. എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ അങ്ങ് മറന്ന് എനിക്കവിടെ എല്ലാവരും ഉണ്ട്. ഞാൻ അമ്പലത്തിൽ ഉത്സവം കാണുന്നു. എനിക്കതാണ് സന്തോഷം. അതുകൊണ്ട് ഞാനങ്ങ് ഉത്സവം കാണാൻ പോയി. എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ കളിക്കൂട്ടുകാരി എന്നെ ഉത്സവത്തിന് കഴിഞ്ഞ വർഷം വിളിച്ചതാണ്. കണ്ടപ്പോൾ വരണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഈ വൈകുന്നേരത്ത് ഞങ്ങൾ ചെല്ലുന്നുണ്ട്, സമയം കിട്ടിയില്ല. അത് കാരണം പോയില്ല. പക്ഷേ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടു. വളരെ സന്തോഷം. ചേച്ചിയുടെ മോളുമായിട്ട് കാണാൻ നിൽക്കുന്നു. ഉത്സവം അങ്ങനെ ഇന്നലത്തെ ഉത്സവം ഗംഭീരമായിട്ട്. എന്നിട്ട് തിരിച്ച് വന്നപ്പം മസാല കപ്പലണ്ടി വാങ്ങിച്ച് പോരുന്ന്. ഇതൊക്കെയാണ് വിശേഷം. പുതിയ വിശേഷങ്ങളുമായിട്ട് വൈകിട്ട് കാണാം. ടാറ്റ.